എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇന്ന് നമുക്ക് ഇതിനകത്തിൽ ആദ്യം പഠിക്കാനുള്ളത് റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ റീസോൾവിംഗ് പവർ ഓഫ് എ ടെലിസ്കോപ്പ്. ഒരു ടെലിസ്കോപ്പിന്റെ റീസോൾവിംഗ് പവർ എന്താണെന്ന് നോക്കാം. അല്ലേ, നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അതായത് ദൂരെ നിന്ന് ഒരു കാറ് വരുന്നില്ലേ, ദൂരെ നിന്ന് ഒരു കാറ് വരുമ്പോൾ അതിന്റെ രണ്ട് ലൈറ്റുകൾ ഒറ്റ ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ കുറച്ചടുത്തോടെ വരുമ്പോൾ അല്ലേ, ചില സിനിമയിലൊക്കെ കാണാറുണ്ട്, ദൂരെ നിന്നൊരു കാർ വരുമ്പോൾ അതിന്റെ ഒറ്റ ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ കുറച്ചടുത്ത് വീഴുമ്പോൾ ഇത് രണ്ടായിട്ട് മാറുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ കണ്ണിന് ഒരു പവർ ഉണ്ട്, ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റിനെ രണ്ടാക്കി കാണിക്കാനുള്ള കഴിവാണ്. അതാണ് റീസോൾവിംഗ് പവർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റുകൾക്കെല്ലാം ഈ കഴിവുണ്ട്, റീസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റീസോൾവിംഗ് പവർ എന്ന് പറയുന്നത്? അതായത് ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ടു ഫോം ഡിസ്റ്റിങ്ക്ട്ലി സെപ്പറേറ്റ് ഇമേജസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് ഒബ്ജക്ട്സ്. അതായത് അടുത്തടുത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളുടെ വ്യത്യസ്തമായ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഇമേജ് ഫോം ചെയ്യിപ്പിക്കാനുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ കഴിവിനെയാണ് നമ്മൾ അതിന്റെ റീസോൾവിംഗ് പവർ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ടെലിസ്കോപ്പിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ടെലിസ്കോപ്പിന്റെ റീസോൾവിംഗ് പവർ, ഇതിന്റെ എന്താണ് ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതായത് റീസോൾവിംഗ് പവർ ഓഫ് എ ടെലിസ്കോപ്പ്. അതുപോലെ തന്നെ റീസോൾവിംഗ് പവറിനെ പോലെ തന്നെ മറ്റൊരു ടേമാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. അപ്പൊ എന്താണെന്ന് നോക്കാം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ, അതായത് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഇത്രയും അടുത്തുള്ള രണ്ട് പോയിന്റുകളെ രണ്ടാക്കി കാണാൻ പറ്റി അയാൾക്ക്. ഇത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് വെച്ചു, ദൂരെ നിന്ന് നോക്കി. മറ്റൊരാൾ ഇതിലും അടുത്തുള്ള രണ്ട് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള അകലം 1 സെന്റിമീറ്റർ ആണ്, അതിനെ പോലും അയാൾക്ക് രണ്ടാക്കി കാണാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വളരെ അടുത്തുള്ള പോയിന്റുകളെ പോലും രണ്ടാക്കി കാണാൻ പറ്റി, ഇയാൾക്ക് ഇച്ചിരി അകലത്തിലുള്ള പോയിന്റുകളെ മാത്രമേ രണ്ടാക്കി കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയും ഇയാളുടെ കണ്ണിന്റെ ഇത് ഇത്രയും അകലത്തിൽ രണ്ടായി കാണാൻ പറ്റിയ കണ്ണിന്റെ റെസൊല്യൂഷൻ കൂടുതലാണ്, ഇയാളുടെ റെസൊല്യൂഷൻ അല്പം റീസോൾവിംഗ് പവർ അല്പം കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടായി കാണാൻ അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റുകളെ രണ്ടായി കാണാൻ വേണ്ട മിനിമം അകലം, അതിനെയാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി ലീസ്റ്റ് ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ടു ഒബ്ജക്ട്സ് ക്യാൻ സീ ഡിസ്റ്റിങ്ക്ട്ലി അല്ലെ. അതായത് രണ്ട് ഒബ്ജക്റ്റുകളെ വേർതിരിച്ച് കാണാൻ പറ്റുന്ന മിനിമം ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇനി ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറഞ്ഞാൽ റീസോൾവിംഗ് പവർ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ റീസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന്റെ റെസിപ്രോക്കൽ ആണ് റീസോൾവിംഗ് പവർ. കാരണം ഇവിടെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കൂടുതലായിരുന്നു, അപ്പൊ അയാൾക്ക് റീസോൾവ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു. ഇവിടെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറവാണ്, എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള പോയിന്റിനെ പോലും രണ്ടായി കണ്ടു, അതുകൊണ്ട് അയാളുടെ റീസോൾവിംഗ് പവർ കൂടുതലായിരിക്കും. അപ്പൊ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ അറിയാമെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, റീസോൾവിംഗ് പവർ കണ്ടുപിടിക്കാം. ഒരു ടെലിസ്കോപ്പിന്റെ റീസോൾവിംഗ് പവർ ഓഫ് എ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ രണ്ട് ഒബ്ജക്റ്റുകളെ രണ്ടായി കാണാൻ പറ്റുന്ന മിനിമം ഡിസ്റ്റൻസ്, അതിന്റെ റെസിപ്രോക്കലിനെയാണ് റീസോൾവിംഗ് പവർ ഓഫ് എ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. Then it is the reciprocal of the least angular separation at which two objects can seen distinctly when seeing through a telescope. ഒരു ടെലിസ്കോപ്പിലൂടെ കാണുമ്പോൾ രണ്ട് ഒബ്ജക്റ്റുകളെ രണ്ടായി കാണാൻ പറ്റുന്ന മിനിമം ആംഗുലാർ സെപ്പറേഷൻ, ദൂരെയുള്ള ഒബ്ജക്റ്റുകൾ ആംഗുലാർ സെപ്പറേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പം അതിന്റെ റെസിപ്രോക്കലിനെയാണ് ഇതിന്റെ റീസോൾവിംഗ് പവർ എന്ന് വിളിക്കുന്നത്. നമുക്ക് തൽക്കാലം ഇതിന്റെ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ ഇക്വേഷൻ ഇതാണ്, A/0.61 ലാംഡ. ഇതാണ് റീസോൾവിംഗ് പവർ ഓഫ് എ ടെലിസ്കോപ്പിന്റെ ഇക്വേഷൻ. എന്താണ് എ എന്ന് നോക്കാം. അതായത് ടെലിസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ആദ്യം കാണുന്ന ലെൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അപ്പാർച്ചർ ആണ് 2A എന്നാണ് അപ്പാർച്ചർ എടുക്കുന്നത്, അതിന്റെ പകുതിയാണ് എ. എന്നാലും നമുക്ക് പറയാം ഒരു ടെലിസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ വലിപ്പം ഡയമീറ്റർ കൂടിയാൽ റീസോൾവിംഗ് പവർ കൂടും. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പിനകത്തില് ആദ്യം മുമ്പിൽ കാണുന്ന ലെൻസ് ആണ് ഒബ്ജക്റ്റീവ് ലെൻസ്, അതിന്റെ ഡയമീറ്റർ കൂടിയാൽ അപ്പാർച്ചർ കൂടിയാൽ എന്ത് കൂടും, റീസോൾവിംഗ് പവർ കൂടും. അതുകൊണ്ട് ടെലിസ്കോപ്പുകളുടെ ഒബ്ജക്റ്റീവ് ലെൻസ് വലുതായിരിക്കും. അപ്പൊ ഇതാണ് ഒരു ടെലിസ്കോപ്പിന്റെ റീസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ദൂരെയുള്ള രണ്ട് ഒബ്ജക്റ്റുകളെ രണ്ടായി കാണാൻ പറ്റുന്ന മിനിമം അകലം ഉണ്ടല്ലോ, അതിന്റെ റെസിപ്രോക്കലാണ് റീസോൾവിംഗ് പവർ ഓഫ് എ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിന്റെ റീസോൾവിംഗ് പവർ നമുക്ക് നോക്കാം.
റീസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. ദെൻ ഇക്വേഷൻ നോക്കുക. റീസോൾവിംഗ് പവർ ഈക്വൽ ടു 2n sin beta by 1.22 ലാംഡ. ഇതാണ് എൻ്റെ ഇക്വേഷൻ. നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ തൽക്കാലം പഠിക്കണ്ട, ഇതിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞു തന്നാൽ മതി. എന്ന് പറഞ്ഞാൽ എന്താണ് റീസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്? അതായത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ രണ്ട് വസ്തുക്കൾ അതിനെ രണ്ടായി കാണാൻ പറ്റുന്ന മിനിമം അകലം, അതാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. അതിന്റെ റെസിപ്രോക്കലിനെയാണ് റീസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുന്ന അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് അല്ലേ. അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്പിന്റെ റീസോൾവിംഗ് പവർ നമുക്ക് ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് ദി reciprocal of the least separation between two close objects. They appear as just separated when seen through a microscope. ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന രണ്ട് ഒബ്ജക്റ്റുകളെ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന മിനിമം ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിന്റെ റെസിപ്രോക്കലിനെയാണ് എന്ത് വിളിക്കുന്നത്? റീസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. ആ ചെറിയ അകലത്തിനെയാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ റെസിപ്രോക്കൽ ആണ് റീസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ് ഇക്വേഷൻ. അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ ചോദിക്കത്തില്ല, ക്വസ്റ്റ്യൻസ് അല്ലാതെ ചോദിക്കാം. അതായത് ഒരു മൈക്രോസ്കോപ്പിന്റെ റീസോൾവിംഗ് പവർ എങ്ങനെ കൂട്ടാം? എന്നു പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. നിങ്ങൾ മൈക്രോസ്കോപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതിനകത്തൊരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട് അല്ലെ. ആദ്യം ഇരിക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലെ. പിന്നെ എന്താണ്, നമ്മൾ എന്തിനെയാണോ നോക്കുന്നത് അല്ലെ, ആ ഒരു ഇപ്പം ചിലപ്പോൾ ഒരു ഇലയായിരിക്കും നോക്കുന്നത് അല്ലെ, അപ്പൊ ആ ഒരു സാമ്പിൾ അവിടെ കാണും അല്ലെ. ഇതിനിടയ്ക്ക് വരുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n. അപ്പോൾ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയം യൂസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ റീസോൾവിംഗ് പവർ കൂട്ടാം. അതുകൊണ്ട് ഓയിൽ ഇമേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് ലെൻസിനും ഈ ഒബ്ജക്റ്റിനും ഇടയ്ക്ക് ഒരു ഓയിൽ ഫില്ല് ചെയ്യും. അങ്ങനെ ഓയിൽ ഫില്ല് ചെയ്താൽ നമുക്ക് ഇതിന്റെ റീസോൾവിംഗ് പവർ കൂട്ടാം. അതുപോലെ തന്നെ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് കുറച്ചാൽ റീസോൾവിംഗ് പവർ കൂട്ടാം. വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടിയ റേഡിയേഷൻസ് ഉപയോഗിച്ചാൽ നമുക്ക് റീസോൾവിംഗ് പവർ കൂട്ടാം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? ഇലക്ട്രോണിന് ഫ്രീക്വൻസി കൂടുതലാണ്, ഇലക്ട്രോൺ ബീമിന് ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടിയ റേഡിയേഷൻസ് ഉപയോഗിച്ചാൽ, ഇപ്പോൾ സാധാരണ ലൈറ്റിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഇലക്ട്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ ബീമിന് ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടിയ റേഡിയേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു മൈക്രോസ്കോപ്പിന്റെ റീസോൾവിംഗ് പവർ കൂട്ടാം. അപ്പോൾ മൈക്രോസ്കോപ്പിന്റെ റീസോൾവിംഗ് പവർ കൂട്ടാൻ ഓയിൽ ഇമേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് യൂസ് ചെയ്യുക. പിന്നെ എന്താണ് രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ റീസോൾവിംഗ് പവർ ഉള്ള മൈക്രോസ്കോപ്പ് ഉണ്ടാക്കാം അല്ലെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ n sin ബീറ്റ ഇതിനെയാണ് ന്യൂമറിക്കൽ അപ്പാർച്ചർ എന്ന് വിളിക്കുന്നത്. ന്യൂമറിക്കൽ അപ്പാർച്ചർ n sin ബീറ്റ ആണ് എന്ത് വിളിക്കുന്നത്? ന്യൂമറിക്കൽ അപ്പാർച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇക്വേഷൻ വെച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷെ എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം. ഇതുപോലെ തന്നെ ടെലിസ്കോപ്പിൽ എങ്ങനെ റീസോൾവിംഗ് പവർ നമുക്ക് കൂട്ടാം അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പോളറൈസേഷൻ ആണ്. എക്സാമിന് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോളറൈസേഷൻ. അപ്പൊ എന്താണ് നോക്കാം. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓർഡിനറി ലൈറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രത്യേകത? അതായത് രണ്ട് തരത്തിലുള്ള വേവ്സ് ഉണ്ട് അല്ലെ. അതായത് ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡൽ വേവ്. ഒരു വേവ് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കും. ഇനി അങ്ങോട്ടൊരു വേവ് പോകുന്നു, പാർട്ടിക്കിൾസ് ഇങ്ങനെ പാരലായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഒരു സ്പ്രിങ് പോലെ. അങ്ങനെയാണെങ്കിൽ ആ വേവ്സിനെ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്ന് വിളിക്കും. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെ. അപ്പം എല്ലാ പ്ലെയിനിലും അതിന് വൈബ്രേഷൻസ് ഉണ്ട്. അതുമല്ല പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേഷൻ അല്ലെ. അപ്പം ഒരു ലൈറ്റ് വേവ് അല്ലെ ഇങ്ങനെ പോകുന്നു. അപ്പം കുറച്ച് പാർട്ടിക്കിൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. എല്ലാ പ്ലെയിനിലും വൈബ്രേഷൻ ഉണ്ട് അല്ലെ. ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ട്, ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ട്, ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ട്. എല്ലാ പ്ലെയിനിലും വൈബ്രേഷൻ ഉണ്ട്. ഇതാണ് ഒരു ലൈറ്റ് വേവിന്റെ പ്രത്യേകത. ഈ വൈബ്രേഷൻ എല്ലാം നമ്മൾ ഒറ്റ പ്ലെയിനിലാക്കിയാൽ ദാറ്റ് വേവ് ഈസ് നോൺ ആസ് എ പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ഓർ ലീനിയർലി പോളറൈസ്ഡ് വേവ് അല്ലെ. ദെൻ ഇഫ് ദി വൈബ്രേഷൻസ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് കൺഫൈൻഡ് ടു എ സിംഗിൾ പ്ലെയിൻ then the wave is known as പ്ലെയിൻ പോളറൈസ്ഡ് വേവ് അല്ലെ, അല്ലെങ്കിൽ ലീനിയർലി പോളറൈസ്ഡ് വേവ് അല്ലെ. ഈ വൈബ്രേഷൻ എല്ലാം നമ്മൾ ഒറ്റ പ്ലെയിനിലാക്കിയാൽ നമ്മൾ അതിനെ പോളറൈസ്ഡ് വേവ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് വേവ് എന്ന് വിളിക്കും.
അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കും അല്ലെ. അപ്പം ഇതെന്താണ്, ഇതിനെല്ലാ പ്ലെയിനിലും വൈബ്രേഷൻ ഉണ്ട്. ഇത് അൺപോളറൈസ്ഡ് ആണ്, അൺപോളറൈസ്ഡ് അല്ലെ. ഇതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, അൺപോളറൈസ്ഡ്. അങ്ങോട്ട് വേവ് പോകുന്നു, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ ഇങ്ങനെയും വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്. ആ വൈബ്രേഷൻ കാണിക്കാൻ നമ്മളൊരു ഡോട്ട് ആയിരുന്നു, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തായിട്ട് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഡോട്ട് ഇടും. അപ്പോൾ ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലെയിനിലും വൈബ്രേഷൻസ് ഉണ്ട്. അപ്പൊ ഇത് എന്താണ്, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്, എല്ലാ പ്ലെയിനിലും വൈബ്രേഷൻ ഉണ്ട്. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഇല്ലേ. അപ്പൊ ഇത് രണ്ടും അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ പോളറൈസ്ഡ് ലൈറ്റ് എങ്ങനെയായിരിക്കും? പോളറൈസ്ഡ് ലൈറ്റ് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ മാത്രമേ പോളറൈസ്ഡ് ലൈറ്റിന് വൈബ്രേഷൻസ് കാണത്തുള്ളൂ അല്ലെ. ഒന്നിൽ ഈ പ്ലെയിനിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് കാണാം, ഈ പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ വൈബ്രേഷൻ. ഇതൊരു പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇതെന്താണ്, ഒരു പോളറൈസ്ഡ് ലൈറ്റ് ആണ്. അല്ലെങ്കിൽ ഈ പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ, ഇതൊരു പോളറൈസ്ഡ് ലൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ വരയും കുത്തൂടെ ഉണ്ടെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റ്, വര മാത്രമേ ഉള്ളെങ്കിലും പോളറൈസ്ഡ്, കുത്തു മാത്രമേ ഉള്ളെങ്കിലും എന്താണ്, പോളറൈസ്ഡ് അല്ലെ. അപ്പം ഇത് അൺപോളറൈസ്ഡ്, ഇത് പോളറൈസ്ഡ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്ലെയിൻ ഓഫ് വൈബ്രേഷനും പ്ലെയിൻ ഓഫ് പോളറൈസേഷനും ആണ് അല്ലെ. അപ്പൊ ഇതാണ് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ്, രണ്ട് ഡയറക്ഷനിലും വൈബ്രേഷൻ ഉള്ളത് അല്ലെ. നമ്മളപ്പോ ഒരു ഡയറക്ഷനിലെ വൈബ്രേഷൻ അങ്ങ് മാറ്റി, അപ്പൊ ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ആയി, ഒറ്റ ഡയറക്ഷനിൽ മാത്രം വൈബ്രേഷൻ ഉള്ളത് അല്ലെ. അപ്പം നോക്കിയാൽ മതി, ഈ പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ വൈബ്രേഷൻ അല്ലെ. അപ്പൊ ഈ പ്ലെയിനെയാണ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് എ പ്ലെയിൻ കണ്ടെയ്നിങ് ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ആൻഡ് ദാറ്റ് ഓഫ് ദി ഇൻസിഡന്റ് റേ ഈസ് നോൺ ആസ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. വൈബ്രേഷൻ ഉള്ള പ്ലെയിനാണ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ ഒറ്റ പ്ലെയിനിലാക്കി വൈബ്രേഷൻ, ഒരു പ്ലെയിനിലെ വൈബ്രേഷൻ കളഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിൻ ഓഫ് വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലായിരുന്നല്ലോ നേരത്തെ വൈബ്രേഷൻ ഉണ്ടായത്. ആ പോയ വൈബ്രേഷൻ അല്ലെ, പോയ വൈബ്രേഷൻ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരുന്നു. അപ്പൊ ആ പ്ലെയിനെ നമ്മൾ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഏത് പ്ലെയിനിലെ വൈബ്രേഷൻ ആണോ കട്ട് ചെയ്ത് കളഞ്ഞത്, ആ പ്ലെയിനെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നു. പോളറൈസേഷൻ കാരണം അവിടുത്തെ പ്ലെയിൻ വൈബ്രേഷൻ നഷ്ടപ്പെട്ടു. അപ്പം പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ ഈസ് നോൺ ആസ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ അല്ലെ. അപ്പൊ എന്താണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ? ഇറ്റ് ഈസ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. പ്ലെയിൻ ഓഫ് വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനെ എന്ത് വിളിക്കുന്നത്? പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ട് പഠിക്കാനുള്ളത് പോളറോയിഡ്സിനെ കുറിച്ചാണ്. എന്താണ് പോളറോയിഡ്സ്? നമുക്ക് ഈ പോളറൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് പോളറോയിഡ്സ് എന്ന് വിളിക്കുന്നത്. Then materials used for this polarization is known as polaroids. ഈ പോളറോയിഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അതായത് പോളറോയിഡ്സിൽ ലോങ് ചെയിൻ മോളിക്യൂൾസ് ആണുള്ളത് അല്ലെ. അവർക്ക് ലോങ് ചെയിൻ മോളിക്യൂൾസ് ആണ് പോളറോയിഡ്സിൽ ഉള്ളത് അല്ലെ. അപ്പോൾ നമ്മൾ ഈ പോളറോയിഡിലേക്ക് ഇങ്ങനെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പല പ്ലെയിനിൽ വൈബ്രേഷൻ ഉള്ള ലൈറ്റ്, അല്ലെങ്കിൽ രണ്ട് പ്ലെയിനിൽ വൈബ്രേഷൻ ഉള്ള ലൈറ്റിനെ നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോങ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നറിയോ? ഈ മോളിക്യൂൾസിന്റെ ഡയറക്ഷനിലുള്ള വൈബ്രേഷനെ അങ്ങ് അബ്സോർവ് ചെയ്യും അല്ലെ. അപ്പൊ മോളിക്യൂൾസിന്റെ ഡയറക്ഷൻ ഇതല്ലേ, ആ ഡയറക്ഷനിലുള്ള വൈബ്രേഷൻ ഇവർ അബ്സോർവ് ചെയ്യും. അങ്ങനെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷൻ മാത്രമേ പുറത്തു വരുത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇവർ പോളറൈസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പോളറോയിഡ്സ് പോളറൈസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അവരുടെ മോളിക്യൂൾസിന്റെ ഡയറക്ഷനുള്ള വൈബ്രേഷനെയൊക്കെ അബ്സോർവ് ചെയ്തിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനുള്ള വൈബ്രേഷൻ മാത്രം പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ആ ഇലക്ട്രിക് വെക്ടേഴ്സിനെ മാത്രം ഇവർ പുറത്തേക്ക് വിടും. അപ്പോൾ അങ്ങനെയാണ് പല പ്ലെയിനിൽ വൈബ്രേഷൻ ഉള്ള ലൈറ്റിനെ ഒറ്റ പ്ലെയിനിൽ വൈബ്രേഷൻ ഉള്ള ലൈറ്റ് ആയിട്ട് മാറ്റുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പോളറൈസേഷൻ ബൈ എ പോളറോയിഡ്. ഒരു പോളറോയിഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ പോളറൈസ് ചെയ്യുന്നതെന്നാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ലൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അത് പ്രൂവ് ചെയ്യാനും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി യൂസ് ചെയ്യാം. അത് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ടു പ്രൂവ് ദാറ്റ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്, ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആക്ടിവിറ്റി യൂസ് ചെയ്യാം. അപ്പൊ എന്താണെന്ന് നോക്കാം. പോളറൈസേഷൻ ബൈ എ പോളറോയിഡ്. നമ്മൾ P1 എന്ന് പറയുന്ന ഒരു പോളറോയിഡ് ഇവിടെ വെച്ചു. ഞാൻ എന്നിട്ട് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇതിലേക്ക് പാസ് ചെയ്യാം. അപ്പം ഇതിനകത്തില് ഈ വരയും ഉണ്ട് ഡോട്ടും ഉണ്ട് അല്ലെ. വരയും ഡോട്ടും ഉണ്ടെങ്കിൽ അത് അൺപോളറൈസ്ഡ് ആണ്. രണ്ട് പ്ലെയിന് വൈബ്രേഷൻ ഉണ്ട് അല്ലെ. അപ്പം ഇങ്ങനെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇങ്ങനെ വരികയാണ്. ഇതാണ് പാസ് ആക്സിസ് അല്ലെ. അപ്പം പോളറോയിഡിലൂടെ ഏത് ആക്സിന് അബൌട്ട് ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണോ പുറത്തു വരുന്നത്, നമുക്കറിയാം ഒരു പ്ലെയിനിലെ വൈബ്രേഷൻ കട്ട് ചെയ്ത് കളയും. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണ് പുറത്തു വരുന്നത്. ആ ഡയറക്ഷനാണ്
പാസ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ആക്സിലൂടെയുള്ള വൈബ്രേഷൻ മാത്രമേ ഇപ്പുറത്ത് വരത്തുള്ളൂ. അപ്പൊ ഇതാണ് ഈ പോളറോയിഡിന്റെ പാസ് ആക്സിസ്. ഇവിടെ കൂടെ വൈബ്രേഷൻസ് പാസ് ചെയ്ത് ഇപ്പുറത്ത് വരും. അപ്പം ഇങ്ങനെ ഒരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ വൈബ്രേഷൻ മാത്രമേ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മറ്റേത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് പാരലായിട്ടുള്ള വൈബ്രേഷൻസ്, ഈ ഡയറക്ഷന് വൈബ്രേഷൻ, ഈ ആക്സിന് പാരലായിട്ടുള്ള വൈബ്രേഷൻസ് ഇപ്പുറത്ത് വരും, ബാക്കിയെല്ലാം കട്ടായി അല്ലേ. അപ്പം ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റും ഇത് പോളറൈസ്ഡ് ലൈറ്റുമാണ്. ഇതിന് എന്ത് മാത്രമേ ഉള്ളൂ, വര മാത്രമേ ഉള്ളൂ, ഡോട്ട് ഇല്ല. രണ്ടുകൂടെ ഉണ്ടെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇതെന്താണ്, പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ വൈബ്രേഷൻ. നിങ്ങളാണെങ്കിൽ ഇതിന്റെ മുന്നിൽ മറ്റൊരു പോളറോയിഡ് വെച്ചു, ഈ പോളറോയിഡ് ഇതിന് പാരലായിട്ടാണ് വെക്കുന്നതെങ്കിൽ ഈ വൈബ്രേഷൻസ് അതുപോലെ കടന്ന് ഇപ്പുറത്ത് വരും. ഈ വൈബ്രേഷൻസ് അതുപോലെ പാസ് ചെയ്ത് എന്ത് വരും, ഇപ്പുറത്ത് വരും. അപ്പൊ നിങ്ങൾ, കാരണം എന്താണ്, ഈ വൈബ്രേഷന് പാരലല്ലേ ഈ പാസ് ആക്സിസ്, അതുകൊണ്ട് ഈ വൈബ്രേഷൻ ഈസി ആയിട്ട് കയറി ഇപ്പുറത്ത് വരും. അങ്ങനെ നമുക്ക് ഈ പോളറോയിഡിനെ P2 എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ ഇവിടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കിട്ടും, ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ അല്ലെ. ഇനി ഇത് തന്നെ ഞാൻ ഒന്നുകൂടെ വരയ്ക്കാൻ പോവാണ്. നമ്മുടെ ഈ P1 എന്ന് പറയുന്ന പോളറോയിഡ്, അതിന്റെ പാസ് ആക്സിസ് അല്ലെ, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വന്നു അല്ലെ, വരയും ഉണ്ട് ഡോട്ടും ഉണ്ട്, അൺപോളറൈസ്ഡ് ആണ്. അപ്പൊ ഈ ഡയറക്ഷനുള്ള വൈബ്രേഷൻസിനെ പാസ് ചെയ്ത് വിട്ടു, ഡോട്ട് അങ്ങ് കട്ടായി പോയി അല്ലെ. ഇത്ര ഞാൻ അതുപോലെ വരച്ചു. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യുന്ന, ആദ്യം ഈ രണ്ട് പോളറൈസറും കൂടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. രണ്ടാമത് ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, ഈ P2 എന്ന് പറയുന്ന പോളറൈസറിനെ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വെച്ചു അല്ലെ. അപ്പോൾ P2 എന്ന് പറയുന്ന പോളറൈസറിനെ ഞാൻ അല്പം ചരിച്ച് ഇങ്ങനെ വെച്ചു. അപ്പം പാസ് ആക്സ് ഇതാണ് അല്ലെ. നോക്കിയാൽ അറിയാം, ഇങ്ങനെയുള്ള വൈബ്രേഷൻ ആണ് വരുന്നത്. പാസ് ആക്സിസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ വൈബ്രേഷൻ ഇതിനകത്തിലൂടെ കയറി പോവോ ഇല്ല, അതും കട്ടായി പോകും. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് വരുന്ന ലൈറ്റ് ഇന്റൻസിറ്റി 0 ആയിരിക്കും. ഇന്റൻസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാസ് ആക്സും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇപ്പുറത്ത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ലൈറ്റിനെ പോളറൈസ് ചെയ്യാൻ പറ്റും. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെയും, കാരണം ഇവിടെ നിന്നും വരുന്നത് പോളറൈസ്ഡ് ലൈറ്റ് ആയതുകൊണ്ട് ഈ പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ വൈബ്രേഷൻ. അതുകൊണ്ട് നിങ്ങൾ ഈ പോളറൈസറിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അല്ലെ, അല്ലെങ്കിൽ ഈ പോളറൈസറിനെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ലൈറ്റ് അപ്പുറത്ത് വരികയും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ലൈറ്റ് അപ്പുറത്ത് വരാതിരിക്കുകയും ചെയ്യും. നിങ്ങൾ ഇനി ആലോചിച്ച് നോക്കിയേ, ഈ വന്ന ലൈറ്റ് പോളറൈസ്ഡ് അല്ല, അൺപോളറൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ഈ പോളറൈസർ എങ്ങനെ വെച്ചാലും ലൈറ്റ് അപ്പുറത്ത് വന്നേരും. പക്ഷെ ഈ ഒരു കേസിൽ ഇങ്ങനെ വെക്കുമ്പോൾ മാത്രമേ മാക്സിമം ലൈറ്റ് അപ്പുറത്ത് വരത്തുള്ളൂ. ഇങ്ങനെ വെക്കുമ്പോൾ ചരിക്കുന്നതനുസരിച്ച് കുറയും. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് ഒട്ടും ലൈറ്റ് വരത്തില്ല. അതിന് കാരണം ഈ വന്ന ലൈറ്റ് പോളറൈസ്ഡ് ആണ്, എന്ന് പറഞ്ഞാൽ ഒറ്റ പ്ലെയിനിൽ മാത്രമേ വൈബ്രേഷൻ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ലൈറ്റിനെ പോളറൈസ് ചെയ്യാൻ പറ്റുമെന്ന്. ട്രാൻസ്വേഴ്സ് വേവിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പോളറൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയതുകൊണ്ടാണ് ലൈറ്റിനെ എന്ത് ചെയ്യാൻ പറ്റിയത്, പോളറൈസ് ചെയ്യാൻ പറ്റിയത് അല്ലെ. അല്ലെങ്കിൽ ഈ പോളറൈസർ ഇങ്ങനെ വെക്കുമ്പോഴും ലൈറ്റ് അപ്പുറത്ത് വരണമാണ്. പക്ഷെ വരാഞ്ഞതിന് കാരണം ഇവിടുന്ന് ഇറങ്ങിയ ലൈറ്റിന് ഒറ്റ പ്ലെയിനിലേ ഉള്ളൂ വൈബ്രേഷൻ അല്ലെ. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിയ ലൈറ്റ് പോളറൈസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഒറ്റ പ്ലെയിന് വൈബ്രേഷൻ ആയത്. അപ്പം അതിന് പാരലായിട്ട് ഒരു പോളറൈസർ വെച്ചാൽ പാസ് ചെയ്തു പോകും. പക്ഷെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോളറൈസ് വെച്ചാൽ പാസ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ ഇവിടെ പോളറൈസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഏത് ഫിനോമിനാ ഉപയോഗിക്കുന്നത്, പോളറൈസേഷൻ. അപ്പൊ അത് എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിനോമിനാണ് പോളറൈസേഷൻ. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് പോളറൈസ്ഡ് ആണോ ലൈറ്റ്, അല്ലെങ്കിൽ ലൈറ്റിനെ പോളറൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം. എന്താണ് നമുക്ക് നോക്കാം. അപ്പം ഒരു ലൈറ്റ് പോളറൈസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊരു പോളറോയിഡ് എടുക്കുക അറിയാൻ വേണ്ടി. ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ വെക്കുമ്പോൾ അപ്പുറത്ത് മാക്സിമം ഇന്റൻസിറ്റി ഉള്ള ലൈറ്റും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ അപ്പുറത്ത് 0 ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ്, എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഇല്ല ലൈറ്റിന്, ലൈറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ വരുന്ന ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ആണ് അല്ലെ. അപ്പോൾ ഒരു ലൈറ്റ് പോളറൈസ്ഡ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊരു പോളറോയിഡ് എടുക്കാം. ഈ പോളറോയിഡ് ഇങ്ങനെ വെച്ചപ്പോൾ മാക്സിമം ലൈറ്റ് ഇപ്പുറത്ത് കിട്ടി, ഇങ്ങനെ വെച്ചപ്പോൾ 0 ലൈറ്റ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വന്ന ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ആണ്, എന്ന് പറഞ്ഞാൽ ഒറ്റ പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ വൈബ്രേഷൻ അല്ലേ. വരുന്ന ലൈറ്റിൽ നിങ്ങൾ പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ പോളറോയിഡ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പുറത്ത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി വേരി. എന്നാൽ വരുന്ന ലൈറ്റ് അൺപോളറൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പോളറോയിഡ് വെച്ചാലും ലൈറ്റ് അപ്പുറത്ത് വരും. കാരണം എല്ലാ പ്ലെയിനിലും വൈബ്രേഷൻ ഉണ്ട് അൺപോളറൈസ്ഡ് ലൈറ്റിന് അല്ലേ. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഈ വൈബ്രേഷൻ അപ്പുറത്ത് പോകും, ഇങ്ങനെ വെക്കുമ്പോൾ ഈ വൈബ്രേഷൻ അപ്പുറത്ത് പോകും, എന്തായാലും ഒരു വൈബ്രേഷൻ അപ്പുറത്ത് വരും. അപ്പം പോളറൈസ്ഡ് ലൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആ ലൈറ്റിന്റെ മുന്നിൽ ഒരു പോളറോയിഡ് വെക്കുക, ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരുന്ന ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ഇനി ചില ലൈറ്റ് പാർഷ്യലി പ്ലെയിൻ പോളറൈസ്ഡ് ഉണ്ട്. അതെന്താണെന്നറിയാവോ, അതായത്
ഇവിടെ നോക്കി, ഇങ്ങനെ വെച്ചപ്പോൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമം, ഇങ്ങനെ വെച്ചപ്പോൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റി 0, കാരണം അത് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ഇനി പാർഷ്യലി പ്ലെയിൻ പോളറൈസ്ഡ് ആണെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ മാക്സിമം കിട്ടും, ഇങ്ങനെ വെക്കുമ്പോൾ ഇച്ചിരി ലൈറ്റ് ഒക്കെ അപ്പുറത്ത് വരും, പൂർണ്ണമായിട്ടും ഡാർക്ക് ആകത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈറ്റ് പാർഷ്യലി പ്ലെയിൻ പോളറൈസ്ഡ്, ഭാഗികമായിട്ട് പോളറൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അതാണ് പോളറൈസേഷൻ ബൈ എ പോളറോയിഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇയാളാണ് ഈ പോളറോയിഡ് ആണ് പോളറൈസ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഈ പോളറൈസറിനെ അല്ലെങ്കിൽ പോളറോയിഡിനെ പോളറൈസർ എന്ന് വിളിക്കാം, പോളറൈസർ. ഇനി ഈ പോളറോയിഡ് ആണ്, രണ്ടുപേരും പോളറോയിഡ് തന്നെയാണ്. ഈ പോളറോയിഡ് ആണ് ഈ ലൈറ്റ് പോളറൈസ്ഡ് ആണോ എന്ന് അനലൈസ് ചെയ്ത്. അതുകൊണ്ട് ഈ പോളറോയിഡിനെ നമ്മൾ അനലൈസർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അനലൈസർ. രണ്ടും പോളറോയിഡ് ആണ് അല്ലെ. ഇപ്പൊ ബസ് ഓടിക്കുന്നത് ഒരു മനുഷ്യനാണ്, ബസ്സിലെ കണ്ടക്ടർ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും പോളറോയിഡ് ആണ്, രണ്ട് ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് പോളറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇയാളെ പോളറൈസർ എന്ന് വിളിക്കും. ഇയാള് പോളറൈസ് ചെയ്തത് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇയാളെ ഉപയോഗിച്ചു, അതുകൊണ്ട് അയാളെ എന്ത് വിളിക്കും? അനലൈസർ എന്ന് വിളിക്കും. അപ്പം പോളറൈസറും ഉണ്ട്, അനലൈസറും ഉണ്ട്. ഇനി നമുക്ക് പോളറൈസേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് പഠിക്കാനുള്ളത്, ലോ ഓഫ് മാലസ്. മാളൂസ് എന്നൊന്നും ആരും വായിക്കരുത്, ലോ ഓഫ് മാലസ്. അപ്പൊ എന്താണ് നോക്കാം ലോ ഓഫ് മാലസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിവിടെ നോക്കുക, മുമ്പ് നമ്മൾ പറഞ്ഞ ഡയഗ്രാംസ് തന്നെ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നോക്കുക, ഇത് പോളറൈസറും ഇത് അനലൈസറും. ഇവരുടെ പാസ് ആക്സിസ് പാരലൽ ആയപ്പോൾ അപ്പുറത്ത് വന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമം. ഈ പോളറൈസറിന്റെ അനലൈസറിന്റെയും പാസ് ആക്സിസ് പെർപെൻഡിക്കുലർ ആയപ്പോൾ അപ്പുറത്ത് വന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി 0 അല്ലെ. നമുക്കറിയാം ഇവര് തമ്മിൽ പാരലൽ ആയതുകൊണ്ട് ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ 0. അപ്പൊ 0ക്ക് മാക്സിമവും, അതുപോലെ തന്നെ ഇവിടെ രണ്ടുപേരും തമ്മിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇവർക്കിടയിലുള്ള ആംഗിൾ 90ക്ക് 0 അല്ലെ. കിട്ടുന്ന ഏതിനാണ്? കൊസൈൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ഇവർക്കിടയിലുള്ള ആംഗിളിന്റെ കോസ് തീറ്റ, അതിന്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണ്. ഇതിനെയാണ് ലോ ഓഫ് മാലസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അതായത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫ്രം അനലൈസർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു the cosine of the angle theta between the polarizing direction of the polarizer and analyzer. അതായത് അനലൈസറിന്റെ അല്ലെങ്കിൽ പോളറൈസറിന്റെ പോളറൈസിംഗ് ഡയറക്ഷനും അനലൈസറിന്റെ പോളറൈസിംഗ് ഡയറക്ഷനും എന്ന് പറഞ്ഞാൽ പാസ് ആക്സിസ്, അതിനിടയ്ക്കുള്ള ആംഗിളിന്റെ കോസ് തീറ്റ ഉണ്ടല്ലോ, അതിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനാണ് ആണ് ഈ അനലൈസറിൽ നിന്ന് എമർജ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി. ഇതിനെയാണ് ലോ ഓഫ് മാലസ് എന്ന് വിളിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പാരലാണെങ്കിൽ ഇന്റൻസിറ്റി മാക്സിമം ആവും, രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇന്റൻസിറ്റി 0 ആയിരിക്കും. ഇതിനെയാണ് ലോ ഓഫ് മാലസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ലോ ഓഫ് മാലസ്? ഇല്ലേ, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫ്രം അനലൈസർ ഈസ് പ്രപ്പോർഷണൽ ടു the cosine of the angle theta between polarizing direction of the polarizer and the analyzer. ഇതിനെയാണ് ലോ ഓഫ് മാലസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉപയോഗിക്കാം. I is equal to a constant I0 into cos square theta. I0 into cos square theta എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ഈ I0? I0 എന്ന് പറഞ്ഞാൽ തീറ്റ മാക്സ് എന്ന് പറഞ്ഞാൽ തീറ്റ കോസ് തീറ്റയ്ക്ക് മാക്സിമം കിട്ടുന്ന എപ്പോഴാണ് 0 എന്ന് പറഞ്ഞാൽ തീറ്റ 0 ആകുമ്പോഴത്തെ ഇന്റൻസിറ്റി ആണ് I0 എന്ന് പറഞ്ഞാൽ ഈ കേസിലെ ഇന്റൻസിറ്റി മാക്സിമം ഇന്റൻസിറ്റി ആണ് എന്ത് I0 എന്ന് പറയുന്നത്. ഇതിനെയാണ് ലോ ഓഫ് മാലസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോളറൈസറും അനലൈസറും പാരലൽ ആണെങ്കിൽ ഇപ്പുറത്ത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമം ആവും, പോളറൈസറും അനലൈസറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇപ്പുറത്ത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി 0 ആയിരിക്കും. ഇതിനെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് മാലസ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ലോ ഓഫ് മാലസ്.